ഇറാൻ തുനിഞ്ഞിറങ്ങുകയാണ്. അതായത് ഇസ്രായേലിന്റെ പല രഹസ്യങ്ങളും ഇറാൻ ചോർത്തിയെന്ന് ഔദ്യോഗികമായി ഇറാൻ പറയുകയാണ്. ഇതിൽ അമേരിക്കയും നെഞ്ചിടിപ്പിലാണ്. കാരണം ഇറാൻ എന്ത് ചെയ്യും എന്നറിയാത്ത ഒരു ആശങ്ക ഇരു രാജ്യങ്ങൾക്ക് മുൻപ് ഉണ്ട്. അത്തരത്തിലൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇസ്രായേലിനെ സഹായിക്കാൻ ഇന്ത്യയും രംഗത്തിറങ്ങില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഷോക്കാണ്. കാരണം ഇസ്രായേലിൻ്റെ സൈനിക രഹസ്യങ്ങൾ, അവരുടെ ആണവ തന്ത്രങ്ങൾ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു രാജ്യത്തിനും കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നും ഞങ്ങളുടെ നീക്കങ്ങൾ അത്രത്തോളം സേഫ് ആണെന്നും അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അങ്ങനെയുള്ള ഇസ്രായേലിൻ്റെ ആണവ നീക്കങ്ങളും സൈനിക മുന്നേറ്റങ്ങളും സംബന്ധിച്ചുള്ള നിർണായകമായ രേഖകൾ ഞങ്ങൾ ചോർത്തിയെടുത്തു എന്ന് ഇറാൻ പറയുന്നു. ഇറാൻ പറയുക എന്ന് പറയുന്നത് അവരുടെ ഔദ്യോഗികമായ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ്. ഇറാൻ ഗവൺമെൻറ്റാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന അവിടുത്തെ പരമോന്നത നേതാവ് എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പേടിക്കാതെ നിൽക്കുന്നത്, ട്രംപിനെ പോലും വെല്ലുവിളിക്കുന്നത്? ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. ഈ ചർച്ചയുടെ കാര്യം ഇതുതന്നെയാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാനെതിരെ ചില പടപ്പുറപ്പാടുകൾക്ക് തയ്യാറെടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇറാൻ ഈ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറുന്നില്ല. കാരണം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ അളവ് 60% മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇറാന് സ്വന്തമായിട്ട് ആണവായുധങ്ങളൊക്കെ നിർമ്മിക്കാൻ കഴിയും. നിലവിൽ അവർക്ക് 60%-ലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. ഏതാണ്ട് 208 കിലോയോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് കടത്തണമെന്നാണ് അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ ആയത്തുള്ള അലി ഖമനേയി പറയുന്നത് ഇത് ഞങ്ങളുടെ ഗവേഷകർ രാപകൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, ഊർജ്ജോൽപാദനത്തിന്, മെഡിക്കൽ വികസന, അതായത് മെഡിക്കൽ രംഗത്തെ വികാസത്തിന്, ഇതിനൊക്കെ വേണ്ടി ഞങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഒരു പിന്നോക്കം അല്ലെങ്കിൽ ഒരു മെല്ലപ്പോക്ക് നയിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം ഇറാൻ അവിടേക്ക് കടന്നു ചെല്ലുകയും ഇസ്രായേലിൻ്റെ സൈനിക രഹസ്യങ്ങളോ ആണവ തന്ത്രങ്ങളോ ഒക്കെ തന്നെ ചോർത്തിയെടുക്കുകയും ചെയ്തു. കാരണം ഏപ്രിൽ ഒരു സൈബർ അറ്റാക്ക് അവിടേക്ക് നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന നെറ്റ്വർക്കിലേക്ക് കടന്നു കയറുകയോ അതിൽ നിന്ന് തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ അവർ ചോർത്തിയെടുക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ട് പറയുന്നു, ഞങ്ങൾ ഇസ്രായേലിൻ്റെ പല രഹസ്യങ്ങളും സൈനിക നീക്കങ്ങളും ചോർത്തി കഴിഞ്ഞു. ഈ ചോർത്തിയത് വെച്ചുകൊണ്ട് ഞങ്ങൾ ചില മുന്നേറ്റങ്ങളൊക്കെ നടത്താൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖമനേയി വളരെയധികം ഭീഷണി ഉയർത്തുന്ന രീതിയിൽ, വെല്ലുവിളിക്കുന്ന രീതിയിൽ ട്രംപിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇതിനകത്ത് എന്ത് നിർണായകമായ റോൾ വരും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പറഞ്ഞു വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇസ്രായേലിന് ഒരു പ്രശ്നം വന്നാൽ എപ്പോഴും ചേർത്ത് പിടിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നാലും അങ്ങനെയാണ്. കാർഗിൽ യുദ്ധ സമയത്തൊക്കെ GPS ഒക്കെ നൽകി നമ്മെ സഹായിച്ചത് ഇസ്രായേലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ആണവായുധ ചോർച്ചകളൊക്കെ ഇറാൻ ആണവായുധ രഹസ്യങ്ങളൊക്കെ ഇറാൻ ചോർത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലൊരു സൈബർ ആക്രമണം ഇസ്രായേലിൽ നിന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ അത് പ്രയോഗിക്കാതിരിക്കില്ല. കാരണം ഔദ്യോഗികമായി ഇറാൻ സമ്മതിച്ച ഒരു കാര്യമാണ്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ അവരുടെ എല്ലാ രഹസ്യങ്ങളും, വീഡിയോ ഉൾപ്പെടെ, ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ ഞങ്ങൾ ചോർത്തി എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ആയത്തുള്ള ഖമനേയി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇറാൻ ആ രീതിയിൽ എന്തെങ്കിലും നീക്കത്തിന് തയ്യാറായാൽ ഇസ്രായേൽ നോക്കിയിരിക്കില്ല. ഇസ്രായേൽ തങ്ങളുടെ സൈനിക ശക്തി കൃത്യമായി വിനിയോഗിക്കും. അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വലിയ രീതിയിലുണ്ട്. നേരത്തെ ഒരു 2 ദിവസം മുമ്പ് സിനിജി ഇതേ വാർത്ത പറഞ്ഞപ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇറാൻ ഇത്തരത്തിൽ ആണവായുധ കരാറിൽ ഒപ്പിടാതെ നിൽക്കുന്നത് എന്തെങ്കിലും കണ്ടിട്ടാകണം. കാരണം ഇറാന് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ശക്തി ഉണ്ടായത്? ആരാണ് ഇറാനെ സഹായിക്കുന്നത്? അപ്പോൾ ഇറാന്റെ കയ്യിൽ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ടും ആണവായുധ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ എല്ലാ വിവരങ്ങളും ഇറാന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾ ഇതിൽ ഒപ്പിടില്ല എന്നുള്ള നിർണായക തീരുമാനം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള ഇറാന്റെ ഒരു നീക്കം? അതായത് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇസ്രായേലിന് ചോർത്തിയെടുത്ത ചിത്രങ്ങളുണ്ട്, വീഡിയോകളുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ തന്നെ കുറേ സമയമെടുത്തു. അപ്പോൾ വീഡിയോകളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതൊന്നും ഭയപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യോമാക്രമണത്തിന് പദ്ധതി ഇട്ടാൽ, ഏതെങ്കിലും തരത്തിലുള്ള ആണവ മുന്നേറ്റങ്ങൾക്ക് ആലോചന ഇട്ടാൽ, ഇതിൻ്റെ രഹസ്യങ്ങൾ, ഇതിൻ്റെ ചില റൂട്ട് മാപ്പ് ഉൾപ്പെടെ ഇറാൻ കൈവശം വന്നു എന്നാണ് അവർ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇറാൻ്റെ ആണവ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ അവരുടെ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം നടത്താമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ തടഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ്. പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടത്തരുത്, അത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ നാന്ദിയായിട്ട് മാറിയേക്കാം, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ആക്രമണം ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ. അതെ, അപ്പോൾ ട്രംപ് വീണ്ടും പറയുന്നത്, ഞങ്ങളിപ്പോൾ ആണവ നിരായുധീകരണം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റുമായിട്ട് നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട്, ഇതിൽ നിങ്ങൾ ഒപ്പുവെച്ചില്ലെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കും. അതോടുകൂടി റഷ്യയുടെ ചില നീക്കങ്ങൾ വന്നു. അതായത്
പുടിൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇറാനെ പിന്തുണയ്ക്കും, ഇറാന് വേണ്ട സഹായമൊക്കെ ചെയ്യും. അപ്പോൾ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ റഷ്യ ബാഹ്യമായ ഒരു പിന്തുണയുമായിട്ട് രംഗത്ത് വന്നാൽ വീണ്ടും ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറിപ്പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തൽക്കാലം മാറിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ട്രംപ് നെതന്യാഹുവുമായി ചർച്ച ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗസയിൽ നിന്നടക്കം ഇസ്രായേൽ പിന്മാറണമെന്ന് ഈ ട്രംപ് ആവശ്യപ്പെടാനുള്ള കാരണം അറബ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ട്രംപ് അടുത്തു. ട്രംപ് സംബന്ധിച്ച് അയാൾ ഒരു ബിസിനസ്സുകാരനാണ്, അയാൾക്ക് അറബ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബിസിനസ് ബന്ധങ്ങൾ വേണം. അപ്പോൾ അവരുടെയൊക്കെ ഒരു നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മർദ്ദം കൊണ്ടോ ഒക്കെ ആയിരിക്കും ഈ നിലപാട് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ട്രംപിനോട് ആലോചിക്കാതെ ഇറാന് നേരെ ഒരു ആക്രമണം നടത്താൻ പോലും ഈ ഇസ്രായേൽ തുനിഞ്ഞേക്കാം. കാരണം ഇസ്രായേലിനെ ഇപ്പം ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന രീതിയിലാണ് ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ സൈനിക രഹസ്യങ്ങൾ, നിങ്ങളുടെ തന്ത്രപ്രധാനമായ പല കാര്യങ്ങൾ, ചിത്രങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകളൊക്കെ തന്നെ ചോർത്തിയിട്ടുണ്ട്, ഞങ്ങളത് അനലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ലോകത്തിന് മുന്നിൽ വലിയ ശക്തിയാണെന്ന് പറഞ്ഞ് ഇനി അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒപ്പം ട്രംപ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോഴും ഇറാന് നാവിക മേഖലയിൽ വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഈ വ്യാപാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് നേരെ ഉൾപ്പെടെ ഹൂതികളുടെയൊക്കെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒടുവിൽ ട്രംപ് അവരുമായിട്ടൊരു സന്ധി സംഭാഷണ ചർച്ചയിലേക്ക് വരെ പോയി. ഒടുവിൽ അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കില്ല എന്ന് പറയുന്നു. എങ്കിലും അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ഇറാൻ ഇപ്പോഴും അത്തരത്തിലുള്ള ശക്തിയുണ്ട് എന്ന്. അങ്ങനെ ശക്തിയുള്ള ഒരു രാജ്യത്തിന് നേരെ നേരിട്ടൊരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറാകുമെന്നുള്ള സംശയമാണ്. കാരണം അയത്തുള്ള അലി ഖമനേയി പറഞ്ഞേക്കുന്നത് ഞങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് 100% ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരികൾക്കോ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ എന്താണ് അവകാശം? ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നു. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയെന്ന് പറയുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള രഹസ്യങ്ങൾ പുറത്തു വന്നാൽ അത് അമേരിക്കയ്ക്കും ഭീഷണി സൃഷ്ടിക്കുന്നതാണ്, ഒപ്പം ഇസ്രായേലിനും ഭീഷണി സൃഷ്ടിക്കുന്നതാണ്. ഇനി ധന്യ സൂചിപ്പിച്ചുള്ള ഒരു കാര്യം, ഇന്ത്യയുമായിട്ട് എല്ലായ്പ്പോഴും ഈ ആയുധങ്ങൾ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഇറാന് നല്ല ബന്ധമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഇസ്രായേൽ ഇന്ത്യയുമായിട്ട് ചില കരാറുകളിലേക്ക് ഏർപ്പെടാൻ പോകുന്നുണ്ട്. കോടിയുടെ ആയുധ കരാറിനാണ് ഇസ്രായേൽ ഒപ്പുവെച്ചേക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കരാറുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാനായിട്ട് ഇസ്രായേൽ തുനിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ സഹായം അവൾ വളരെയധികം തേടും. അപ്പം ലോകത്തിന് മുന്നിൽ ഞങ്ങൾക്കൊരു ഭീഷണി ഉയർത്തുന്ന രാജ്യമായി ഇറാൻ മാറുന്നു എന്ന് പറയുന്നത് ഇനി ഇസ്രായേലിന് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തി, യമനിലേക്ക് ആക്രമണം നടത്തി. അപ്പോൾ അങ്ങനെ അറബ് രാജ്യങ്ങൾക്ക് പോലും ഭീഷണി ഉയർത്തി നിന്ന ഇസ്രായേലിനെ ഒറ്റ രാത്രി കൊണ്ട് ഇറാൻ ഭയപ്പെടുത്താൻ വരുന്നു എന്ന് പറയുമ്പോൾ നെതന്യാഹു സ്വാഭാവികമായും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തിയത് ഏത് രീതിയിലാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും. ഞങ്ങളുടെ ഈ ആണവ ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരെങ്ങനെയാണ് ചോർത്തിയെന്ന് ആലോചിക്കും. ഞങ്ങളുടെ ഈ ഗവേഷണ കേന്ദ്രങ്ങൾക്ക് നേരെ സൈബർ അറ്റാക്ക് നടത്താനായിട്ട് ഇവർ തുനിഞ്ഞിറങ്ങിയപ്പോൾ എന്തൊക്കെ രേഖകളാണ് പിടിച്ചുകൊണ്ട് പോയെന്നറിയാം. 2018 നെതന്യാഹുവിന് ഈ IDF ഇത്തരത്തിലുള്ള ചില സൂചനകൾ നൽകിയിരുന്നു, ഇറാൻ്റെ ഭാഗത്തുനിന്ന് ചില കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുമെന്ന്. ഒരുപക്ഷെ അത്തരം കടന്നുകയറ്റങ്ങളുടെയൊക്കെ അവസാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയത്. അതുകൊണ്ടാണ് ഇറാൻ ധൈര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ രഹസ്യങ്ങൾ പലതും ഞങ്ങൾ ചോർത്തിയെടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നേറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ഭയപ്പെട്ടു എന്നുള്ളതിൽ നിന്ന് തന്നെ അവരുടെ കയ്യിൽ തന്ത്രപ്രധാനമായ പല സാധനങ്ങളും പല രേഖകളും കിട്ടിയെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഇറാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ഉറ്റുനോക്കാം. അതിനുള്ള സാധ്യതയും കാണുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിന്റെ മുന്നേറ്റം അല്ലെങ്കിൽ നീക്കം എന്ത് തന്നെയാണ് എന്നുള്ളത് ഇറാനെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിലാണെങ്കിലും ഒരു ആശങ്കപ്പെടുത്തുന്നുണ്ട്.